ഇന്ന് രാത്രി 12 മണിക്ക് ഈ റൂട്ടിൽ ഒരു മോഷണം നടക്കും. നിനക്ക് പോക്കാൻ പറ്റിയ പോക്കടാ. ആകെ മൊത്തം മോളങ്ങൾ, ആകെ മൊത്തം മോളങ്ങൾ. ഒരു കാലിച്ചായെങ്കിലും വാങ്ങിച്ചാ സാറേ? ഡേ, നീ എന്നോടൊക്കെ ചായ ചോദിക്കാൻ ആളായോ? സാറേ ഒന്ന് പറ സാറേ. എനിക്കൊരു ചായ. സാറ് വന്നതിന് ശേഷം ഇവിടെ മോഷണം പിടിച്ചവരൊന്നും ഇല്ല. കുറ്റവാളികളൊക്കെ കണ്ട എന്റെ കൈ തരിച്ചു വരും. ആ സാറ് പുലിയല്ലേ? എന്തോന്ന് സാറേ, ഒരു ചായ വാങ്ങിച്ചു കൊടുക്കും. ഡേ, ഇവനൊരു ചായ കൊടുക്ക്. ഇവനായതുകൊണ്ടേ പാലിച്ചിരി കുറച്ചൊഴിച്ചാൽ മതി. സുഭാ സാറേ, ഞാനാണോ? എന്തുകൊണ്ട് വക്കീലേ? പിന്നെ എൻ്റെ 11ാമത്തെ കല്യാണാലോചന. താൻ കൊണ്ടുവന്ന 7 കല്യാണാലോചനകളും തിരിച്ചു. എന്താ കാര്യം? കേസില്ലാത്ത വക്കീല്. സത്യമല്ലേ? തന്നോട് പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന. പിന്നെന്താ? നിങ്ങൾ വഴക്കിടാതെ, നിങ്ങൾ കൂട്ടുകാരല്ലേ? എന്താ വക്കീലെ പ്രശ്നം? എൻ്റെ പൊന്നെണ്ണ, ഇന്നൊരു ആലോചനക്കാർ വരും. കൊട്ടാരക്കരന്നാണോ? അല്ല, ജോനപ്പുറത്തുനിന്നാ. ആ, ജോനാപുരം. കൊള്ളാം, നല്ല സ്ഥലം. പെണ്ണിൻ്റെ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാന്താരി. കാന്താരിയാവുമ്പം കുറെ വെള്ളം കുടിക്കും. വെള്ളം നീ കുടിക്കണം. കാര്യം പറയടേ. അവർ വരുമ്പോ ഞാൻ കൊലക്കേസ് നടത്തുന്ന വക്കീലാണെന്ന് അവരറിയണം. ആര്? നീയോ? എന്ത് വേണേ നീ പറയുന്നേ? എന്തോ ഇത്ര ചിരിക്കാൻ? നീ കൊലക്കേസ്? അതായത് അവർ വരുമ്പോൾ എന്നെ കാണാനൊരു കൊലക്കേസിലെ പ്രതിയുടെ ബന്ധു വരും. 50,000 വീതം തരും. ഏത് കൊല കേസിലെ പ്രതിയാ? ഞാൻ വക്കാലത്ത് ഏറ്റെടുക്കും. ഒരു പാർട്ടി റെഡിയാക്കി തരത്തില്ലേ? 50,000 ആര് തരും? ഞാൻ തരും. കല്യാണക്കാർ പോയി കഴിഞ്ഞ ശേഷം തിരിച്ചു തന്നാൽ. അല്ല, വേണ്ട, 5,000 രൂപ എടുത്തിട്ട് 45,000 തിരിച്ചു തന്നാൽ. എങ്ങനെയെങ്കിലും ഒന്ന് നടക്കട്ടെ. അതിന് പറ്റിയ ആളാരാ ഉള്ള? ഇടേ, നമ്മുടെ ചന്ദ്രപ്പനെ പറ്റിയതല്ലേ? ചന്ദ്ര 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 അവനെന്താടേ? നോക്കടേ, അവൻ ഓടിപ്പോയി. എന്തായാലും സസ്പെൻഷൻ ഉറപ്പായി. ചന്ദ്രപ്പൻ? ആ അതെ സാറേ, വാ സാറേ, ദാ പിടിച്ചു സാറേ, പിടിച്ചു സാറേ, പിടിച്ചു സാറേ, വാ സാറേ, ഇപ്പൊ കടിക്കും സാറേ എന്നെ. പിടിച്ചു സാറേ, ഓടി വാ സാറേ. ഞാൻ മൂത്രം വയ്ക്കാൻ പോയാന്ന്. നിങ്ങൾ വേറെ ഉണ്ടാക്കുന്നത് എന്തിനാ സാറേ? ഞാൻ മൂത്രം വയ്ക്കാൻ പോയ സാറേ, മൂത്രം വയ്ക്കാൻ പോയ. ഇവനെ കൊണ്ടൊരു കാര്യമുണ്ട്. 5,000 കിട്ടുമോ സാറേ? കിട്ടും, ഉറപ്പാ. സമ്മതിച്ച്. പിന്നെ 45,000 അങ്ങ് തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കാം സാറേ, കൊടുക്കാം. സമ്മതിച്ച് സാറേ. ഉറപ്പ്. ഞാൻ പറയുന്ന ഉറപ്പാണ് ഉറപ്പ്. ഇത് നടക്കില്ല. പോയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആരാ കുൽഷിതം ഉണ്ടാക്കുന്നത്? എന്തുവാ നീ പറഞ്ഞത്? കുൽഷിതം. കുൽസിതം. സാ പറയടോ. അക്ഷരവിരോധി. മലയാള ഭാഷയെ പീഡിപ്പിക്കാൻ നടക്കുന്ന അലവലാതി. അതിപ്പോ എന്താ കാര്യം? കല്യാണാലോചനയായിട്ട് പോയിട്ടുണ്ടെന്ന്. ചെക്കൻ ഏതോ വക്കീലാണെന്ന്. ആ വക്കീലിനെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. തന്നെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്നിരിക്കുകയായിരുന്നു ഞാൻ. ഇന്നലെ എത്ര കേസായിരുന്നു റെപ്രസെന്റേഷൻ ഇല്ലാതെ തള്ളിയത്? 3 തല്ലുള്ളൂ സാർ. തള്ളി എന്നെ നടു റോഡിൽ എത്തിച്ചാലേ തനിക്ക് സമാധാനം ആവുള്ളൂ അല്ലേ? എന്നിട്ട് ആ തള്ളിയ കേസ് കിട്ടവിടെ? ഇവിടെ ഉണ്ട് സാർ. ഇതിപ്പോ എവിടെ നിന്നുണ്ടെന്ന് വെച്ച്? നീ അടക്കമുള്ള ജൂനിയേഴ്സ് മറ്റുള്ളവർ കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. ഓ, ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, വീർക്കാത്ത് മമ്മൂട്ടി. ഓക്കെ, ചെയ്യാനുള്ളതൊന്നും ചെയ്യത്തുമില്ല. ഇങ്ങേര് എപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കൂ. അതാ ഫീസിന്റെ കാര്യം പറയുമ്പോൾ ചിരിച്ചോളൂ. ഫീസ് ഓൺലൈനിൽ വേണോ അതോ നേരിട്ട് വേണോ? അതൊക്കെ സൗകര്യം പോലെ ചെയ്താൽ മതി. ഓ അങ്ങനെ ആയിക്കോട്ടെ സാർ. എന്തുവാടേ കുറെ നേരമായി നിന്ന് കുറുന്നേ? സാറേ, സാറിന്റെ കസേര ഒന്ന് തരൂ.
വന്ന് എന്റെ കസേരയെ തൂക്കി വെക്കുവോടെ? സാറേ എൻ്റെ ഒരു കല്യാണാലോചനക്കാർ വരുന്നുണ്ട്. അതിന് ഞാനെന്താ വേണമെന്നാ? ഞാനൊരു വലിയ വക്കീലാന്ന് കാണിക്കാൻ വേണ്ടി ആ കസേര എനിക്കൊന്ന് തരണം. കല്യാണ കാര്യമല്ലേ? വാ താൻ വാ 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 ഇരി ഇരി ഇരി. ഈ കല്യാണം നടക്കില്ല, എന്താ? കത്തിക്കുത്ത് നടക്കും. ഡേയ്, ആ ദിലീപ് വക്കീലിന്റെ ഓഫീസ് എവിടെയാ? ഇതോ അവിടെയാ സാറേ. നീ ആ വക്കീലിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാക്കുന്നോടെ? അയ്യോ ഇല്ല സാറേ. അല്ലെങ്കിൽ നിന്നെ അരിഞ്ഞു കളയും. ഇറച്ചിയിലേ മണ്ണ് പറ്റും മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ. ഡേ, ഈ വക്കീൽ എങ്ങനെ ആള്? കൊലക്കേസൊക്കെയാണോ വാദിക്കുന്നത്? നമുക്കേ ആവശ്യം വരും. കേസൊക്കെ ജയിക്കോടെ? വക്കീലിന്റെ വാദം കേട്ട് കോടതി വരെ പോഞ്ഞിരിക്കുക. $500 ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ? 1000 രൂപ തന്നിരുന്നേ കുറച്ചുകൂടെ തെള്ളായിരുന്നു. ഓ, എനിക്കിവിടെ ഒരു 500 രൂപ തരണേ സാറേ. ഇനി മീശയ്ക്ക് തീ പിടിക്കുമ്പോൾ തന്നെ താൻ കഞ്ചാവ് പിടി കത്തണം അല്ലേ? വരൂ വരൂ, കയറിയിരിക്കൂ, കയറി ഇരുന്നോളൂ. എല്ലാവരും എന്താ അന്തന്മാരാണോ? കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിലേ ഗുണ്ടകൾക്കൊരു ഗുമ്മുണ്ടാവില്ല. ആയിക്കോട്ടെ. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഗുണ്ടകളാണ്, ക്രൂരന്മാരാണ്. ലക്ഷ്മി മോളുടെ മാമന്മാരാണ്. വെട്ടൊന്ന് തുണ്ടൻ 2, അതാണ് ഞങ്ങളുടെ രീതി. ഇത് എനിക്ക് പണിയാവുമല്ലോ. എന്താ ചെയ്ത് നിർത്തിയത്? ഗുണ്ടകൾ അധികം ചിരിക്കാറില്ല. വക്കീലിന് കേസൊക്കെ ഞങ്ങൾ തരും. രക്ഷിക്കണം സാറേ, രക്ഷിക്കണം, രക്ഷിക്കണം സാറേ. കാനിപ്പേരോ സാറേ, സാറിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. എല്ലാവർക്കും അറിയാം. സാറ് മാത്രമേ ഉള്ളൂ സാറേ ഈ നാട്ടിലൊരു വക്കീലായിട്ട്. ഇനി വന്നേ, ഇനി വന്നേ. ഓക്കെ ഓക്കെ സാറേ, എൻ്റെ അനിയനൊരു കൊലപാതകം നടത്തി. എന്ന്? അത് ഇന്നലെ മെനഞ്ഞാന്ന് ഒരാഴ്ച മുമ്പാ സാറേ. എവിടെങ്കിലും ഒന്ന് ഉറപ്പിക്കടേ. സാറേ, സാറ് മാത്രമേ ഉള്ളൂ, സാറ് രക്ഷിക്കണം. സാറ് മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ കൊലക്കേസെടുക്കുന്ന ഒരേ ഒരു വക്കീൽ. ഇവനെ പൊക്കി മുട്ടിക്കും. ഫീസ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാറേ, ഉണ്ട്. 5000 ഉണ്ട്. 5000 രൂപ? 5000 രൂപയ്ക്ക് കൊലപാതക കേസോ? ഒന്ന് പോടെ. 50,000 രൂപ നടത്തുന്ന എവിടാ തൊളിയാ? ചിലവായി സാറേ. കൂത്താട്ടുള്ള അമ്മണിക്ക് 10,000 രൂപ കടം, ചെങ്കൽച്ചുള്ള വിലാസിനിക്ക് 10,000 രൂപ കടം, ബാറിലും ബാക്കി കൊടുത്തു സാറേ. ക്ഷമിക്കണം, ക്ഷമിക്കണം സാറേ. നിന്നെ കൈ കിട്ടും. 5000 തന്നില്ലയോ സാറേ? അയ്യോ സാറേ, കേസെടുക്കണേ സാറേ. സാറേ പോവാ സാറേ, പോവാ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള് അല്ലേ വക്കീലേ? ഞങ്ങൾ ഇറങ്ങുന്നു. പെണ്ണ് കാണാൻ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ ഇറ്റ്സ് എ ഡേഞ്ചറസ് ഗെയിം. എന്താടാ എന്താടാ എനിക്കൊരു കുഴപ്പം? SI ആയി അഭിനയിക്കാൻ അങ്ങനെ തന്നെ കൊണ്ട് കൊള്ളാമോ? നിനക്കറിയാവടാ എന്റെ ലൊക്കേഷന് ഞാൻ അറിയാതൊരു ഉറുമ്പ് പോലും എഴുതടാ. ഉറുമ്പ് എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞ് കയറുന്നുണ്ട്. എൻ്റെ 45,000 രൂപയാ താൻ ഒറ്റ ഒരുത്താൻ കാരണം പോയി കിട്ടിയത്. ആ പൈസ എനിക്ക് തിരിച്ചു തന്നോണം മര്യാദയ്ക്ക്. നിനക്കറിയാവടാ ആ ചന്ദ്രപ്പനെ ഞാൻ പൊക്കിയിരിക്കും. ആ എന്നാ പൊക്കി കാണീരി. ഇതാര്? ആ മരവണ്ട വക്കീലിനെ പറ്റിച്ച് രൂപ 45,000 ഒപ്പിച്ച്. ആ അതൊന്നും നടക്കത്തില്ലെന്ന്, നടക്കത്തില്ല. ആ ആ പിന്നെ ആ കല്യാണക്കാരി എന്തായി? അതങ്ങനെ നടക്കത്തില്ല. നീ എന്തൊരു കുൽസിത പ്രവർത്തനമാടാ ചെയ്തത്? ഓ തനനാരാ
സാറേ ആ പെങ്കൊച്ച് വന്നിട്ടുണ്ട്. പോടോ. കരാട്ടക്കാരിയാണേ സാറേ. ആയിക്കോട്ടെ. അയ്യോ ചൂടെടുക്കും. എക്സ്ക്യൂസ് മീ, ആർ യു ബിസി? വരൂ, കയറിയിരിക്കൂ. നോക്കിയോ, എൻ്റെ തന്നെ എല്ലാം. വക്കീൽ എന്നെ പെണ്ണ് കാണാൻ വരുന്നു എന്ന് കേട്ടു. അങ്കിളുമാർ പറഞ്ഞില്ലായിരുന്നോ? ആ ആ ആ, ശരി. വക്കീലിന് വേറെ പണിയൊന്നുമില്ലേ? ഒരുപാട് പണിയുണ്ട്, ഒരുപാടുണ്ട്. കേസൊക്കെ ഉണ്ടോ വക്കീലേ? പിന്നെ പിന്നെ കോട്ട്, ഗൗണ്, കേസസ്. വക്കീലൊരു കേസിൽ പെടാൻ പോവാ. എന്ത് കേസ്? കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫിനോട് മിനിമം ദേഷ്യപ്പെടാനുള്ള അവകാശം ഉണ്ടോ? ഉണ്ടല്ലോ. ബെസ്റ്റ്. തൻ്റെ കാര്യം പോക്ക. വേഗം കല്യാണത്തിന് പിന്മാറിക്കോ, അതാ തനിക്ക് നല്ലത്. എൻ്റെ അങ്കിളുമാരെ അറിയാലോ. കൊള്ളാം. പോക്ക മോനെ, പോക്ക. പെട്ടെന്ന് തോന്നുന്നു. ലക്ഷ്മിക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? പറ. തനിക്ക് പാചകം ചെയ്യാൻ അറിയോ? വീട്ടു ജോലിയോ? ഇല്ല. മിനിമം പാടാനെങ്കിലും അറിയോ? ഇല്ല. കൊള്ളാം. ഒരു കാര്യം ചെയ്, ഞാൻ 2 ചോദ്യം ചോദിക്കാം. ഒരെണ്ണത്തിനെങ്കിലും ആൻസർ പറയാൻ നോക്ക്. ഒരു മൈല് നീളമുള്ളൊരു വാക്ക് പറയാൻ പറ്റുമോ വക്കീലിന്? ഒരു നോ രക്ഷ. സ്മൈൽസ്. 2 എസ്സുകൾക്കിടയിൽ മൈല്. ചേട്ടാ, ഇത് വള്ളിക്കെട്ടായല്ലോ. അത് പോയേ. ഈ ആദ്യ രാത്രിയിൽ എന്തിനാ പാലും പഴവും കൊണ്ട് കൊടുക്കുന്നത്? ബ്രാൻഡ് കൊടുത്താ പോരെ? എങ്ങനെ പറയൂ, ഇത് ജനലെല്ലാം തുറന്നു കിടക്കുന്നു. അതും അറിയില്ലല്ലേ? വക്കീലേ, പാലാവപ്പ പിരിയും. മാരേജ് എന്ന് പറയുന്നത് 2 വ്യക്തികൾ പിരിയും എന്നുള്ളതിന് ഹിന്റാണ് പാല് കൊണ്ട് കൊടുക്കുന്നത്. ഇന്നലെ വരെ കൂട്ടുകൂടി നടന്നവരെ അടിച്ച് പിരിയാനാ ഈ മാരേജ് ഒക്കെ നടത്തുന്നത്. നമുക്കത് വേണ്ട. വക്കീലേ, ഈ കല്യാണാലോചന ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബൈ. നമ്മളിനി കാണില്ല. അയ്യോ, ആരാണോ കണി കണ്ട ശല്യം. മുറിഞ്ഞ് നോക്ക്. ഒന്നുമില്ല, എഴുന്നേര്. മുറിഞ്ഞല്ലോ. അസുഖം പോണോ? തട്ടല്ലേ, പതുക്കെ. അവിടെ അവിടെ. തൊലി പോയതേ ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം വേണ്ട. ഒരു കാര്യം ചെയ്യ്. വേണ്ട. കുടിച്ചോ? ഓ, കുറച്ചുകൂടി കുടിക്ക്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. എന്നെ കാണാൻ വന്നതല്ലേ, ഒരു പാട്ടായിട്ടിട്ട് പോവാം.
സ്വപ്നം കൊണ്ടൊരു രാത്രി, നിലാവ് കൊണ്ടൊരു പൊൻപായ്, കളകാഞ്ചി കൊണ്ടൊരു കാവ്യകേളി, കാമിനി നിൻമുഖം കൊണ്ട് ഒരു മായ കണ്ണാടി, വെയിൽ വീണ വഴിത്താരയിൽ തണലോരം നീ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും ആസ്വദിക്കാൻ അറിയാം. ഓ ഓ ഓ എന്റെ മകൾക്ക് വക്കീലിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഓ അതെയോ? വിവാഹം ഉടൻ നടക്കും. തയ്യാറായി നിന്നോ? ശരി എങ്കിൽ ഓക്കെ എങ്കിൽ ഓക്കെ ഓക്കെ. യെസ്. അയ്യോ ഇതും തള്ളിയോ? 500 രൂപ കോസ്റ്റ് അടിക്കുമല്ലോടേ. അതെ സാർ. സാറിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ? ഞാനാരില്ല. ഏത് ശമ്പളം? ആരുടെ ശമ്പളം അവിടെ? ഇത് അങ്ങോട്ട് മാറ്റുക. പോടാ അവിടുന്ന്. മനസ്സിൽ നീയും മിഴിയിൽ താരവും ആരെ കാണിക്കാനാണ് ഈ ഓളങ്ങളൊക്കെ? വരുന്ന മരുമകളെ കരാട്ടക്കാരിയാ, പിടിച്ചു നിൽക്കണ്ടേ? ഓരോ ഓളങ്ങളെ ഇരിക്കുന്ന ഒരു ഓളം. മനസ്സിൽ നീയും മിഴിയിൽ താരവും. ലക്ഷ്മിയോ? എന്നെ കൊല്ലല്ലേടാ. ഞാൻ നിന്റെ അപ്പനാടാ. വിടറാ വിടറാ. ഇവനുള്ള ആശുപത്രിയിലും കൊണ്ടുപോ. വിടറാ. നിമിഷം നിന്നരികിൽ വരും നേരം, മനസ്സിൽ നീയും എന്തുവാടാ ഇവിടെ? മിഴിയിൽ വേഷം മാറണ്ടേ മനുഷ്യന്? താരവും ലക്ഷ്മി ഇവിടെ വേണ്ടേ ഉണ്ടായിരുന്നു. കാത്തിരുന്നു ഞാൻ. ഇറങ്ങി പോടാ വിളി. സോറി സാർ. നല്ലൊരു കൊച്ചനായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. ഇവിടെ അടുത്ത് മെന്റൽ ഹോസ്പിറ്റൽ വല്ലതും ഉണ്ടോ? നിങ്ങളെയും കൂടെ ഒന്ന് കൊണ്ടുപോകണമായിരുന്നു. നിന്നെയാണ് ഇപ്പൊ കൊണ്ടുപോകേണ്ടത്, കാരാട്ടക്കാരി. എടാ നീ കുഴപ്പമില്ല കാണിച്ചോ? ദോ നോക്ക്, ആ ലക്ഷ്മി കുറച്ച് ആൾക്കാരോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തുവാടാ ഇത്? ഒരു പടയുണ്ട്. ലക്ഷ്മിയോ? വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ വരുമായിരുന്നല്ലോ. വക്കീലെ, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്ത് വേണം? ഞാൻ എന്തും ചെയ്യാൻ പഠിക്കാത്ത വക്കീലാണെന്നറിയാലോ. ആ അതെനിക്കറിയാം. എൻ്റെ അങ്കിളുമാരെ അറിയാലോ, അവരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്ത് കാര്യം? ഒരു മിനിറ്റേ. മുരളി. നമസ്കാരം സാർ. ആയിക്കോട്ടെ. വക്കീലെ, ഞങ്ങൾ 10ാം ക്ലാസ് തൊട്ടേ അഫെയറില്ല. ഞങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. വക്കീല് അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്ന് പറഞ്ഞു തന്ന് ഈ കല്യാണം നടത്തി തരണം. ഞങ്ങൾ അനുഗ്രഹിക്കാൻ കൂടെ വേണം വക്കീലെ. അയ്യേ, ഇയാളോ? ഞങ്ങൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി വക്കീലെ. വക്കീൽ വിചാരിച്ചാലേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. മനസ്സിൽ നീയും മിഴി
ജീവിച്ചവരല്ലേ, അവർ ജീവിച്ചോട്ടെ. ഓക്കെ, എന്റെ മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വക്കീലിന് പിന്മാറാം. പക്ഷെ ഒരു കാര്യം, വിവാഹം നടത്തി കൊടുക്കാൻ നിൽക്കരുത്. ഞാൻ പൂത്തമുക്ക് ദിലീപ് കുമാർ ആണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. മണ്ണുപെട്ടി മേവു മച്ചി മാതിരി തെരിയത്, മനസ്സിലായോ? ഞങ്ങളെ താങ്കൾക്ക് ശരിക്കും അറിയില്ല. കല്യാണം നടത്തരുത്, അവനൊരു പക്ക ഫ്രോഡാണ്. പ്രേമത്തിന്റെ വില നിങ്ങൾക്കറിയില്ല. ഞാൻ കല്യാണം നടത്തിയിരിക്കും. യു നോ, ഐ ആം മിൽഖ സിംഗ്, സൈക്കോ മിൽഖ സിംഗ്. മനസ്സിൽ നീയും മിഴിയിൽ താരവും കാത്തിരുന്നു. പോട്ടെ മോനെ, അവള് പോട്ടെ. അവള് മോനെ ധരിച്ചിട്ട് പോയി. നമുക്കൊരു സമയം വരും, നമുക്കതുവരെ കാത്തിരിക്കാം. ദൈവം അവളോട് ചോദിക്കും. വേണ്ട അച്ഛാ, വേണ്ട. അവർ ജീവിച്ചോട്ടില്ല അമ്മ. ശരി മോനെ, ശരി. വിവാഹമോചനം നടക്കുന്നതിന് മുമ്പ് സ്വത്ത് വിട്ട് കിട്ടണം. ഇഷ്ടം പോലെ പൈസയുണ്ട്, ₹1 വിട്ട് കിട്ടും. എല്ലാം ആ ലക്ഷ്മിയുടെ പേരിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഓ, സ്വത്ത് മുഴുവനും. ബഹർ. ആ, വക്കീലെ, താങ്കളോട് എത്ര തവണ ഞാൻ പറഞ്ഞതാണ്, കേൾക്കുന്നതിനും പറയുന്നതിനും ഒരു പരിധിയുണ്ട്. അത് ഓർമ്മ വേണം. ഞങ്ങളുടെ കൊച്ചിൻ്റെ ജീവിതം വെച്ചാണ് വക്കീൽ കളിച്ചത്. യു നോ, യു ആർ പ്ലേയിങ് എ ഡേഞ്ചറസ് ഗെയിം. ഇങ്ങോട്ട് തന്നെ. വക്കീലിന് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങൾ വക്കീലായതുകൊണ്ട് മാത്രമാണ് വെറുതെ വിടുന്നത്. ഇപ്പൊ എന്താ പറ്റിയത്? അവനെല്ലാം എഴുതി കൊടുക്കണം പോലും. വിവാഹബന്ധം വേർപെടുത്താൻ കേസ് കൊടുക്കാതിരിക്കും ഞങ്ങള്. ഓ, സോറി സോറി, ഐ എം സോറി. ഹലോ, ദാസൈ, താൻ ഒറ്റ ഒരുത്താൻ കാരണമാ ഇതെല്ലാം സംഭവിച്ചത്. അവളെ വിട്ടുകള വക്കീലേ, പോട്ടെന്നേ. താൻ രസിയാണോ പുല്ലേ? മണ്ട രസൈ. താൻ തിരിഞ്ഞൊന്നും നോക്കണ്ട, മണ്ടൻ തന്നെയാണോ താൻ, മണ്ടൻ. ഞാൻ എത്ര മോഷണ കേസ് പിടിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ? നീ ഒരു പുല്ലും പിടിച്ചിട്ടില്ലടാ. അത് മാത്രം പറയരുത് കേട്ടോ. എന്നാ കേട്ടോ, കുറെ നാളായിട്ട് നീ പറയുന്നല്ലോ മോഷണം 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 പിടിച്ചെന്ന്. ഇന്ന് രാത്രി 12 മണിക്ക് ഈ റൂട്ടിൽ ഒരു മോഷണം നടക്കും. നിനക്ക് പോക്കാൻ പറ്റും, നീ പോക്കടാ. ഉറപ്പടാ, ഞാൻ അവനെ പൊക്കിയിരിക്കും. പൊക്കിയില്ലെങ്കിലേ നിന്റെ അടിച്ചു കൊണ്ടുപോയ 45,000 രൂപ ഞാൻ തന്നിരിക്കും. ആ ചന്ദ്രപ്പൻ കൊണ്ടുപോയ 45,000 രൂപയെ അത് ഞാൻ തരും. തരണം, നീ തന്നേ പറ്റൂ. കക്കാമോന്ന് ആയെന്നാണ് വിചാരം. അഡ്വക്കേറ്റ് പൂത്തമുക്ക് ദിലീപ് കുമാർ. ചേട്ടാ, പറ. വണ്ടിയുടെ ഫിനാൻസ് കമ്പനിക്കാരൻ വിളിച്ചായിരുന്നു. എന്തിന്? വണ്ടി പൊക്കിക്കൊണ്ട് പോകണമെങ്കിൽ പെട്ടെന്ന് EMI അടച്ചോ. കൊണ്ടുപോട്ടാ. ഞാൻ ഇനി പറഞ്ഞില്ലെന്ന് പറയില്ലേ? ഓ ഇല്ല, ഓ കൊണ്ടുപോട്ടു ഇല്ലല്ലോ. ഓഫാവ് വേടാ. പോട്ടെ എസ് ഐ. കാക്കാൻ പോകുന്ന പൂത്ത നമുക്ക് ദിലീപ് കുമാറാ. മുതലിനൊക്കെ എന്ത് പൊക്കോ. ആ വക്കീൽ എനിക്ക് പണി തരുന്ന ലക്ഷണമാണല്ലോ കാണുന്നേ. എല്ലാ ലോണും CC-യും തല പെരുകുന്നു.
കുടിച്ചത് കൂടിയും പോയല്ലോ. മോട്ടിക്കാൻ പറ്റിയത് വീടൊന്നും ഇല്ലേ? അയാൾ ഏതെങ്കിലും ഏടാകൂടത്തിൽ പോയി ചാടിയാലേ ഒന്നുമില്ലെങ്കിലും അയാൾ നമ്മുടെ ഒരു കക്ഷിയില്ലയോ? വണ്ടി ദൈവമേ, ഇതൊക്കെ എവിടെ വന്ന് കേറുന്നേ? ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ലടാ ഇല്ലടാ. വിട് സാറേ, ഒന്ന് വിട് സാറേ, വിട് സാറേ. വിട് സാറേ. 4 ലക്ഷം രൂപ ഒന്നുമില്ലല്ലോ, 45,000 രൂപ തന്നെയല്ലോ. വിട് സാറേ, വിട് സാറേ, ഒന്ന് വിട് സാറേ, വിട് സാറേ. എന്റെ 45,000 നീ അടിച്ചോണ്ട് പോയത്. കള്ളം ചന്ദ്രടാ. 45,000 അല്ല ഒരു കോപ്പൂല. ഒന്ന് പോടുന്നു. നമുക്ക് അയാളെ ഒന്ന് പൊക്കിയാലോ? ഇവിടെ എവിടെങ്കിലുമൊക്കെ തന്നെ അയാൾ കാണും. നീ എവിടെ പോയാലും ഞാൻ പൊക്കൂടാ. അയ്യോ പോലീസ്, കുലദൈവങ്ങളെ കാത്തോണേ. തൊണ്ടക്കുകയും ചെയ്യുന്നല്ലോ ഓരോ മരണങ്ങൾ. അത്യാവശ്യം പിടിക്കാണ്ട് ഓരോന്നും വലിച്ചും വെച്ച് ആരെങ്കിലും ഉണ്ടോ എന്തോ. അയാൾ മഴയും പെയ്ത്. അയ്യോ അയ്യോ, ഇവന്മാരെന്തിനും ഇവിടെ കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നത്? എവിടെ കയറി ഇരിക്കുമെന്ന് അറിയാൻ പോയി. ചെടിച്ചട്ടിയിൽ കയറിയിരുന്നല്ല, വേണ്ട. ഇവന്മാരെന്തിനാ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്? പുല്ലന്മാര്. അവളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. പെട്രോൾ ഒഴിക്കടാ, അടിക്കവളെ. അടിയടാ, ഒഴിക്കടാ, പെട്രോൾ ഒഴിക്കടാ, കത്തിക്കണം, അടിയടാ. എന്താ പറ്റി? ആ ലക്ഷ്മി, എന്താ കാര്യം? ഓ ഒന്നുമില്ല കൊണ്ടൊരു രാത്രി, നിലാവ് കൊണ്ടൊരു പൊൻപായ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ മകൾ ലക്ഷ്മി വിവാഹം കഴിച്ചോണം. അവളൊരു പാവമാ, അവക്കൊരു അബദ്ധം പറ്റിയതാ. തയ്യാറാണോ? വക്കീലിന്റെ പാട്ടൊക്കെ എനിക്കിഷ്ടാ. തന്നാനെ നാനേ തനനാനേ നാരേ, തനനനാനാനേ താനാനേ നാരേ, തന്നാനെ നാനാനേ തനനാനേ നാ, തന്നാനെ നാനാനേ തനനാനേ. തന്നാനെ നാനാനെ തനനാനെ.